ഹായ്. കൺസ്ട്രക്ഷൻ ലോകത്ത് ഇന്ന് ഒരുപാട് ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രശ്നത്തിന് ഏത് പ്രൊഡക്റ്റ് ഉപയോഗിക്കണം, ഇനിയിപ്പോൾ പ്രൊഡക്റ്റ് ഏതാണെന്ന് അറിഞ്ഞാൽ കൂടിയും അത് എങ്ങനെ ഉപയോഗിക്കണം, ഇങ്ങനത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവുണ്ടാവില്ല. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ വീഡിയോ ആണ്. നമ്മളിവിടെ ഫോർസ്ട്രോക്കിന്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ലോക്ക് ഫിക്സ് എന്ന പ്രൊഡക്റ്റിനെയാണ് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഈ പ്രൊഡക്റ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സിവിൽ എഞ്ചിനീയർ ഫൈസൽ സാറിനോട് ചോദിക്കാം. ഹായ് സർ, നമുക്ക് ഈ ലോക്ക് ഫിക്സ് പ്രൊഡക്റ്റിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? ഓക്കെ, അപ്പോൾ ലോക്ക് ഫിക്സ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതായിരുന്നു ലതികയുടെ ചോദ്യം ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൺസ്ട്രക്ഷൻ ലോകത്ത് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്ട്സ് ആണ് ലോക്ക് ഫിക്സ് എന്ന് പറയാം. നമ്മളിപ്പോൾ ഒരു കോൺക്രീറ്റ് ഒരു സ്ലാബ് നമ്മൾ നീട്ടിയെടുക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റീൽ ഫിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ സാധാരണ കേസിൽ എന്ത് ചെയ്യും, നമ്മൾ ഡ്രില്ല് ചെയ്യും, എന്നിട്ട് സ്റ്റീല് ഫിക്സ് ചെയ്യും, പിന്നെ സിമെൻറ്റ് മോട്ടാറിലായിരിക്കും നമ്മളത് ഉറപ്പിക്കുന്നുണ്ടാവുക. പക്ഷേ സിമെൻറ്റ് മോട്ടാറിന് ആ ഒരു സ്റ്റീൽ ഫിക്സ് ആവേണ്ട ഒരു കംപ്രസീവ് സ്ട്രെങ്ത് ശരിക്കും കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുള്ളൂ. അതിന് നമുക്ക് ഒരു മിനിമം ഒരു സ്ട്രെങ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയാണ് നമ്മൾ അവിടെ ലോക്ക് ഫിക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലോക്ക് ഫിക്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു സ്റ്റീൽ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യുക എന്നുള്ളതും, ലോക്ക് ഫിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് സ്റ്റീൽ ഫിക്സ് ആയിട്ടുണ്ടാകുക എന്നുള്ളതും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഇതാണ് ഫോർസ്ട്രോക്കിൻ്റെ ലോക്ക് ഫിക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് വരുന്നത്. ഇതിൽ ആക്ച്വലി ഒരു റെസിനും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഒരു ഹാർഡനർ ഉണ്ടായിരിക്കും. ഇതൊരു പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഹോളിലോട്ട് ഇത് ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം സ്റ്റീൽ പതുക്കെ നമ്മൾ തിരിച്ച് ആ ഒരു ഹോളിലോട്ട് ഇറക്കുകയാണ് ചെയ്യുക. ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റീൽ റിമൂവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഡെമോൺസ്ട്രേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ 2 ഹോളുണ്ട്, 2 സ്റ്റീലുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഒരു ഹോളിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ സിമെൻറ്റ് മോട്ടാർ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സിമെൻറ്റ് മോട്ടാറാണ് ഒരു ഹോളിൽ നമ്മൾ സ്റ്റീൽ ഫിക്സ് ചെയ്യുക. അടുത്ത ഹോളിൽ നമ്മൾ ഈ ലോക്ക് ഫിക്സ് എന്ന് പറഞ്ഞുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഫിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു ഹാഫ് അവർ കഴിഞ്ഞിട്ട് രണ്ടിൻ്റെയും സ്ട്രെങ്ത് എങ്ങനെയാണ് വരുന്നതെന്നാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സിമെൻറ്റ് മോട്ടാർ എടുത്തിട്ട് ആദ്യം ഹോളിലോട്ട് നമ്മൾ നിറക്കുകയാണ്. അതിനുശേഷം നമ്മൾ അതിലോട്ട് സ്റ്റീൽ ഇൻസേർട്ട് ചെയ്യുകയാണ്. നമ്മളത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ലോക്ക് ഫിക്സ് ആണ് ഇവിടെ മിക്സ് ചെയ്തിട്ട് ഇതിലിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം തന്നെ ലോക്ക് ഫിക്സിൻ്റെ റെസിൻ എടുക്കുകയാണ്. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തിട്ട് ഈ ട്രയലോട്ട് നമ്മളിടും. കാരണം ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫുൾ പോർഷൻ മാത്രമേ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പാർഷ്യലായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ പൗഡറിലോട്ട് ഫുൾ ലിക്വിഡ് മാത്രമാണ് ഇതിൽ നമുക്ക് ശരിക്കുള്ള റിസൾട്ട് കിട്ടുള്ളൂ. ശരിക്കും നമുക്കിവിടെ വേണ്ടത് വളരെ കുറച്ചൊരു പോർഷൻ മാത്രമാണ്. കാരണം ചെറിയൊരു ഹോളുള്ളൂ, അതിലോട്ട് ഇത്രയും ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റാത്ത കാരണം നമ്മളത് ഫുള്ളായിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ആക്ച്വലി ലോക്ക് ഫിക്സ് ഒരു അടിപൊളി പ്രൊഡക്ട്സ് ആണ്. കാരണം ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ റാപ്പിഡ് സ്ട്രെങ്ത് ഗെയിൻ ആണ്. അതായത് പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്ട്രെങ്ത് അച്ചീവ്, ഒരു 30 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഫുള്ളി സ്ട്രെങ്ത് അച്ചീവ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ കൺസ്ട്രക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. എന്നിട്ട് സിമെൻറ്റ് മോട്ടാറിലാണ് നമ്മൾ ഒരു സ്റ്റീൽ കോൺക്രീറ്റിൽ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം അതിൻ്റെ ഒരു സ്ട്രെങ്ത് അച്ചീവ് ചെയ്യണമെങ്കിൽ 7 ഡേയ്സോ 14 ഡേയ്സോ ഒക്കെ എടുക്കും. എന്നാൽ തന്നെ ഒരു 2 MPa ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. അതൊന്നും കിട്ടിയിട്ട് നമുക്കൊരു കാര്യമില്ല. അതേപോലെ ഇത് വൈബ്രേഷൻ റെസിസ്റ്റൻ്റ് ആണ്, കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ്. അതായത് ഇങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്റ്റീൽ ഒരിക്കലും കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ കിടന്ന് തുരുമ്പിടിക്കില്ല. പിന്നെ നോൺ എക്സ്പെൻസീവ് ആണ്. ഒരു പാക്കറ്റ് കൊണ്ട് നമുക്ക് അറൗണ്ട് ഒരു 20 സ്റ്റീലൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അതേപോലെ ക്യാൻ ബി പ്ലേസ്ഡ് അണ്ടർ വാട്ടർ ആണ്. അതായത് നമുക്ക് വെള്ളത്തിനടിയിലും ഇതേപോലെ സ്റ്റീൽ നമുക്ക് ഈ മെറ്റീരിയൽ വെച്ചിട്ട് കോൺക്രീറ്റിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. അതുപോലെ ലോക്ക് ഫിക്സിന് ഈ സീരീസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു തരത്തിലുള്ള ഗ്രേഡും വരുന്നുണ്ട്. അത് കാറ്ററഡിച്ച് ടൈപ്പാണ്. അതൊന്നും കൂടി ഈസിയാണ്, നമുക്കത് വേസ്റ്റേജ് അധികം വരില്ല. പക്ഷേ അതൊന്നും കൂടി എക്സ്പെൻസീവ് ആണ്. നമ്മളെ ലോക്ക് ഫിക്സ് പൗഡർ ടൈപ്പിൻ്റെ ഡബിൾ റേറ്റ് വരുന്നുണ്ട്. പക്ഷേ അതൊന്നും കൂടി ബെറ്റർ ആണെന്നാണ് ഞാൻ പറയുള്ളൂ. അതൊരു ഗ്രീൻ കളർ ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് നേരത്തെ ചെയ്ത പോലെ ഈ ഹോളിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യും. ശരിക്കും നമുക്ക് വളരെ കുറച്ച് മെറ്റീരിയലാണ് ഈ ചെറിയൊരു ഹോളിന് വേണ്ടി വരുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ സ്റ്റീൽ ഇതേപോലെ അതിലോട്ട് ഇറക്കുകയാണ്.
നമുക്ക് ഇങ്ങനെ ഒരു ഗ്രീൻ കളറായിട്ട് ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും നമുക്ക്. ഇപ്പോൾ സമയം 6:45 നമുക്കൊരു 30 മിനിറ്റ്സ് കഴിഞ്ഞ് ഒരു 7:15 ആവുമ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ട് എങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം സമയം 7:15 ഏകദേശം ഹാഫ് അവർ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി നമ്മളുടെ ഡെമോൺസ്ട്രേഷൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 2 തരത്തിലാണ് ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിനോട് സ്റ്റീൽ ആങ്കർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ സിമെന്റ് മോട്ടാറിലാണ് നമ്മളത് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് നമ്മൾ ഫോസ്ട്രോക്കിന്റെ ലോക്ക് ഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ സിമെന്റ് മോട്ടാറിൽ ഉറപ്പിച്ചിട്ടുള്ള അതിൻ്റെ ഒരു സ്ട്രെങ്ത് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ സ്റ്റീൽ എടുത്തിട്ട് ഈ കോൺക്രീറ്റ് ക്യൂബ് പൊക്കാനാണ് എൻ്റെ ടെസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ട്രൈ ചെയ്യാണ്. അപ്പോൾ ഞാനിത് എടുത്തിട്ട് പൊക്കാണ്. അതെൻ്റെ കയ്യിലൂടെ അത് കിട്ടിയിട്ടുണ്ട്. ഇത്ര ഒരു സ്ട്രെങ്ത് നമുക്ക് സിമെന്റ് മോട്ടാറിൽ ഒരു സ്റ്റീൽ നമ്മളൊരു കോൺക്രീറ്റിലോട്ട് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇനി അതേ മറിച്ച് നമ്മൾ ഫോസ്ട്രോക്കിന്റെ ലോക്ക് ഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്ട്സ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത് നമുക്കിവിടെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ എടുത്ത് പൊക്കുകയാണ്. ആ സ്റ്റീലിലാണ് ഞാനിത് പൊക്കിയിട്ടുള്ളത്. അതേ ആ ഫോസ്ട്രോക്കിന്റെ ലോക്ക് ഫിക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്ട്സിൽ ഞാൻ ഫിക്സ് ചെയ്തിട്ടുള്ള ആ ക്യൂബാണ് ഞാനിവിടെ പൊക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോയിൽ വ്യക്തമായി കാണാൻ പറ്റും. അത്രക്കും സ്ട്രെങ്ത്തിലാണ് ഈ സാധനം നിൽക്കുന്നത്. അറൗണ്ട് ഒരു 2-30 സെക്കൻഡോളായി ഞാൻ പൊക്കി നിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ അത്യാവശ്യം ലോഡ് വരുന്നുണ്ട്. കാരണം ഇതൊരു ക്യൂബാണ്. ഇപ്പോൾ ഞാനിതോടെ വെക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്ട്രെങ്ത് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളൊരു 30 മിനിറ്റ്സ് കൊണ്ട് തന്നെ ആ കോൺക്രീറ്റിനോട് ആ ഒരു സ്റ്റീൽ അവിടെ എംബഡഡ് ആയിട്ടുണ്ട്. അത്രയും സ്ട്രെങ്ത്. അപ്പോൾ നമ്മളൊരു സ്ട്രക്ചറിനോട് ഒരു സ്റ്റീൽ നമ്മളൊരു സൺഷെയ്ഡ് നീട്ടിയെടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്ലാബ് നമ്മൾ നീട്ടിയെടുക്കുമ്പോഴോ നമ്മൾ സ്റ്റീൽ അഡീഷണൽ ആയിട്ട് അതിലോട്ട് ഫിക്സ് ചെയ്യാമെന്ന് നമുക്ക് പെർമനന്റ് ആയിട്ട് വേണം ഫിക്സ് ചെയ്യാൻ. അങ്ങനത്തെ സമയത്താണ് നമ്മൾ ഫോസ്ട്രോക്കിന്റെ ഈ ലോക്ക് ഫിക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്ട്സ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ എല്ലാം ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ലോക്ക് ഫിക്സ് എന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പ്രൊഡക്റ്റിന്റെ ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് റിലേറ്റഡ് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.